അവിടെ ഈ തൈലം കാച്ചി അവിടെ നിറച്ച് അങ്ങനെ അവിടെ തന്നെ ഉണ്ടാക്കലായിരുന്നു ആദ്യം. അവിടെ ഇരുന്ന് കാണിച്ചു കൊടുത്ത് തൈലം ഉണ്ടാക്കി അവരെ പെരട്ടി സുഖപ്പെടുത്തുമ്പോഴാ ആൾക്കാർ കൂടിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇത് കച്ചവടം ചെയ്തോണ്ടിരുന്നു. 6 ടൈപ്പ് എണ്ണകളും 73 ഔഷധക്കൂട്ടുകളും അതാണ് ഈ ഇടിവെട്ട് തൈലത്തിൽ ഇവർ ചേർക്കുന്നത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ജസ്നയാണ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കരിയക്കുളങ്ങര എന്ന് പറയുന്ന ജാഫർ ഖാൻ്റെ ഇടിവെട്ട് തൈലത്തിൻ്റെ പിന്നാമ്പുറ കാഴ്ചകൾ അന്വേഷിച്ചെത്തിയതാണ്. അപ്പോൾ ഇന്ന് ഇവിടുത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ ഇനി സംസാരിച്ച് സമയം കളയുന്നില്ല, വാ നമുക്ക് നേരിട്ട് കാഴ്ചകൾ കാണാം. ഇന്ന് ആളുകളൊന്നും ഇല്ല, അപ്പം ഒന്നും ഇവിടെ ഇല്ലേ ആള്. വെള്ളി ഞായറാണ് അവധി എന്നാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതന്നെയാണ് ഇതാ ബോർഡൊക്കെ കാണുന്നുണ്ട്. അല്ലമീൻ മർമ്മരോഗ ചികിത്സ ഷിഫ തൈലം ഇടിവെട്ട് തൈലം, നമ്മൾ ആ ബ്രാൻഡ് ഇടിവെട്ട് തൈലം ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതാ ജാഫർ കുട്ടി കുരുക്കൾ, ഫോൺ നമ്പറും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്കൊന്ന് നേരിട്ട് അന്വേഷിക്കാം. അപ്പോൾ ഇവിടെ നാളൊന്നും കാണുന്നില്ല, എന്തായാലും നമുക്ക് ഇവിടെ ഒന്ന് ചോദിച്ചു നോക്കാം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഉസ്താദ് ഇല്ലെന്ന്? ഇല്ല, ഉസ്താദില്ല, ക്യാമ്പിന് പോയിരിക്കും ഉസ്താദ്. ക്യാമ്പിന് പോയതാണ്? എവിടെയാണ്? മലപ്പുറത്താണ്. പടച്ചോനെ, ഞങ്ങൾ മലപ്പുറത്ത് നിന്നാണ് ഇപ്പോൾ ഉസ്താദിന്റെ വിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി നേരിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ എത്ര ദിവസം അവിടെ മലപ്പുറത്ത് ഉണ്ടാവും ഇനി? ഇപ്പം 2 ദിവസം കാണും. 2 ദിവസം കാണും. ഇങ്ങനെ ക്യാമ്പിന് പോവാറുണ്ടോ? ക്യാമ്പിന് പോകാറുണ്ട്. ആണല്ലേ? മാസത്തിൽ ഒരിക്കലും പോകാറുണ്ട്. മാസത്തിൽ ഒരു പ്രാവശ്യം പോകും. ചിലപ്പം 2 വട്ടമൊക്കെ പോകും. 2 വട്ടമൊക്കെ പോകും. നീ ആരാണ് ഇവിടെ? ഞാൻ ഉസ്താദിന്റെ പേരക്കുട്ടിയാണ്. പേരക്കുട്ടിയാണല്ലേ? എന്താ പേര്? റിസ്വാൻ രാജ്. പിന്നെ എന്തൊക്കെയാണ് ഇവിടെ കാര്യമായിട്ട് കൊടുക്കുന്നത് ട്രീറ്റ്മെന്റ്? ഇവിടെ നമ്മുടെ സ്റ്റോക്ക് അതൊക്കെ ചികിത്സിക്കും. കാൽമുട്ട് വേദന, കൈകാല്. ഇത് മൂപ്പര് വീടാണോ? അതെ, ഇത് മൂപ്പരുടെ വീട് ആണല്ലേ? ഇവിടെ എങ്ങനെയാണ്? ഇവിടെ ഈ ഹാളിൽ വെച്ചിട്ടാണോ? അല്ല, ഇവിടെ വെച്ചാണ്. ഇത് എവിടെയാണ് തിരുമുന്നത്? ഇവിടെ അല്ലേ? ഇവിടെ പുരുഷന്മാരെ, ഇവിടെ സ്ത്രീകള് രണ്ടും സെപ്പറേറ്റ് ആയിട്ടുണ്ട് അല്ലേ? അപ്പൊ സ്ത്രീകൾക്ക് വേറെ ആളുകളുണ്ടോ? ഉണ്ട്, ആളുകളുണ്ട്. ഉണ്ടല്ലേ? പിന്നെ ഈ മരുന്നൊക്കെ ഇപ്പൊ ഇവിടെ തന്നെയാണോ റെഡി ആക്കുന്നത്? ഇവിടെ പുറകിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ആണ്. ഇപ്പൊ അവിടെ നടക്കുന്നുണ്ടോ? അവിടെ നടക്കുന്നുണ്ട്. അവിടെ ആണല്ലേ? നമുക്ക് കാണാൻ പറ്റുമോ? കാണാൻ പറ്റും. ആണല്ലേ? അപ്പൊ നമുക്ക് അതൊന്ന് കാണാം. പിന്നെ വേറെ എന്തൊക്കെയാണ് ഇവിടുത്തെ ഒരു കാര്യങ്ങൾ? ഇതൊക്കെ എന്താ? ഇതൊക്കെ ഈ നമ്മുടെ തൈലത്തിൽ ചേരുന്ന കൂട്ടുകളാണ്. ഇതൊക്കെ നമ്മൾ ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മളെ തൈലം റെഡിയാക്കുന്നത് അല്ലേ? ഇടും നമ്മള്. ആണല്ലേ? ഇതൊക്കെ എന്തൊക്കെയാണ് കാര്യങ്ങൾ അറിയോ നിനക്ക്? എനിക്കറിയത്തില്ല. പിന്നെ തൈല് ഇത്ര ഇതിനാകും. ചെറിയ തിരുവിയിൽ 100 വെച്ചാണ് തുടങ്ങുന്നത്. 100 മില്ലിഗ്രാം വെച്ചിട്ടാണല്ലേ? 100 ml ബോട്ടിലുകളാണ്. പിന്നെ അതിന്റെ വലുത് 500. ഇത് 1000. ഇതൊരു ലിറ്ററിന്റെ ആണല്ലേ? 1 ലിറ്റർ. ഇത് എങ്ങനെ പ്രൈസ് എങ്ങനെ തുടങ്ങുന്നത്? ഇത് 100 രൂപ, ഇത് 100 രൂപ, ഇത് 500, ഇത് 1000. അതേ റേറ്റിൽ തന്നെയാണ് കൊടുക്കുന്നത് അല്ലേ? കൂടുതൽ പൈസ ഒന്നും ഈടാക്കുന്നില്ല അല്ലേ? അപ്പൊ ഇത് ഈ 100 രൂപക്ക് വന്നാൽ നമുക്ക് ഒഴിച്ചിലും നമ്മള് തിരുമുന്നതിന് കാശ് മേടിക്കത്തില്ല. തിരുമുന്നതിന് കാശ് വാങ്ങൂല? ഇല്ല, മേടിക്കത്തില്ല. പിന്നെ നമ്മൾ ടോക്കൺ എടുക്കും, ഒരു ടോക്കൺ കൊടുക്കും. എങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം ഒക്കെ? എങ്ങനെ നമുക്ക് നേരെ ബുക്കിംഗ് ആണോ? ഇല്ല, ബുക്കിംഗ് ഇല്ല, ടോക്കൺ തരും. രാവിലെ ഒരു 5 മണിക്ക് വന്നൊരു ടോക്കൺ തരും. രാവിലെ 5 മണി മുതൽ എത്ര ഒരു ദിവസം എത്ര പേര് വരും? ഒരു ദിവസം ഒരു 200 പേര് രാവിലെ വൈകുന്നേരം ഒക്കെ വരും. ഉണ്ടല്ലേ? അപ്പൊ നല്ല തിരക്കാണല്ലേ? അപ്പൊ എങ്ങനെ ലൈനായിട്ട് നിൽക്കുക? എങ്ങനെയാണ്? പിന്നെ ടോക്കൺ കിട്ടി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമല്ലല്ലോ. അപ്പൊ അല്ലാത്ത ദിവസമൊക്കെ ഇപ്പൊ ഒരു മാസത്തില് ഈ ക്യാമ്പിന് പോവാത്ത ദിവസമൊക്കെ വീട്ടില് ഇവിടെ തന്നെ ആൾക്കാർ വന്നു. എവിടുന്നൊക്കെ വരുന്നുണ്ട് ആളുകള്? ലക്ഷദ്വീപ് വരെ വരുന്നുണ്ട് ആണല്ലേ? അപ്പൊ നല്ല റിസൾട്ട് കിട്ടിയിട്ട് തന്നെയാണ് വരുന്നത് അല്ലേ? മോനിപ്പോ ഇവിടെ വലിയപ്പന്റെ കൂടെ ആണല്ലേ? പഠിക്കുന്നുണ്ടോ? എന്തിനാ? ഞാൻ ഡിഗ്രി ST കോളേജിലാണ്. ആണല്ലേ? ഓക്കെ. അപ്പോ ഇവിടെ ഇപ്പൊ ഇങ്ങനെ സഹായിക്കാനും കാര്യങ്ങളൊക്കെ ഇവിടെ പ്രധാനമായിട്ട് ഇതിനൊക്കെയാണ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് അല്ലേ? നടുവേദന, കൈകാൽ, ചെരുപ്പുമാനം. അപ്പൊ ഇന്ന് ഉണ്ടാവില്ല എന്ന് ആദ്യം മുൻകൂട്ടി അറിയുന്നുണ്ടാവില്ലേ ആളുകൾക്ക്? ഇത് നമ്മള് ഫോണിൽ കൂടെ ഇങ്ങനെ സ്റ്റാറ്റസ് ഇടുക, അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് അല്ലേ? പിന്നെ ഇനി മരുന്നിന് വേണ്ടിട്ട് വരുന്നവർക്ക് ആൾക്കാർ ഇവിടെ വന്ന് മേടിക്കും. കാണും. അങ്ങനെ വന്ന് വാങ്ങിക്കാം. നമുക്ക് ഒന്ന് കാണാം അല്ലേ? ഇതൊക്കെ ഇപ്പൊ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? പാക്ക് ചെയ്തോണ്ടിരിക്കുക? ബോട്ടിലാക്കണ ജോലിയൊക്കെ നിങ്ങളാണോ? ഇങ്ങനെ എത്ര ബോട്ടിലാക്കും ഒരു ദിവസം? കണക്കൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് ചെറുതും വലുതും അല്ല അല്ലേ? ഇത് എത്ര മില്ലിയുടെ പറഞ്ഞ മോനെ? 50 മില്ലി അല്ലേ? അങ്ങനെ 200, 300 അങ്ങനെയൊക്കെ ഒരളവ് അല്ലേ? നോട്ടെ, ഇത് 100 അല്ലേ? അത് 200. നോട്ടെ, ഒരളവ് നോക്കട്ടെ. അത് 500 അല്ലേ? 1000. ഇതാണിപ്പോ ഓയിൽ അല്ലേ?
ഇതാണ് തൈലം അല്ലേ? ഇതിലെന്തൊക്കെയാ കൂട്ട്? നിങ്ങൾക്ക് അറിയുന്ന കൂട്ടുകൾ എന്തൊക്കെയാ? പേര് ഒന്നിന്റെ പേരും അറിയില്ലേ? നിറയെ സാധനങ്ങൾ ഉണ്ട് എന്തായാലും അല്ലേ? എത്ര? 23 എത്ര? 73 ഔഷധ കൂട്ടുകൾ ചേർത്തിട്ടാണ് ഈ ഇടിവെട്ട് തൈലം റെഡിയാക്കുന്നത് എന്നാട്ട് ഇവിടുന്ന് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. നമ്മളെ ഉസ്താദ് ഇന്ന് എത്തിയിട്ടുള്ളത് കരിവാരക്കുണ്ടിലാണ്. പക്ഷെ നമ്മള് വീട്ടിൽ വന്നാലേ നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നത്. അപ്പൊ ഇതവിടെ ഇതിപ്പോ ഇന്നലെ വേവിച്ച് വെച്ചതാണോ? അത് ഇന്നലെ തിളപ്പിച്ച് വെച്ച മരുന്നാണ്. അപ്പോൾ ഇനി ഇന്ന് അവർക്ക് ഇത് പാക്ക് ചെയ്യാൻ പറ്റും എന്നാ പറയണത്. അപ്പോൾ ഇതാണ് ഇടിവെട്ട് തൈലം. അപ്പോൾ ഇതിൽ 73 ഔഷധ കൂട്ടുകളാണ് ചേർത്തിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഉസ്താദ് ഇല്ലാത്തതുകൊണ്ട് ഏതൊക്കെയാണ് മെഡിസിൻസ് ഇതിൽ ചേർത്തെന്ന് അറിയില്ല. എന്തായാലും നിറയെ ഐറ്റംസ് ആണ് ഇതിൽ, നല്ല തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇത് വെളിച്ചെണ്ണയിലല്ലേ? 6 സൈസ് എണ്ണയും ചേർക്കുന്നുണ്ട് അല്ലേ? 6 ടൈപ്പ് എണ്ണകളും 73 ഔഷധ കൂട്ടുകളും അതാണ് ഈ ഇടിവെട്ട് തൈലത്തിൽ ഇവർ ചേർക്കുന്നത്. യൂക്കാലി ഒക്കെ ഉണ്ട് അല്ലേ? അപ്പൊ ഇതിന്ന് ഇങ്ങനെ അരിച്ച് ഈ തട്ടിലേക്ക് ഒഴിക്കായിരിക്കും അല്ലേ? ഒരു പ്രാവശ്യം ഉപയോഗിച്ച മരുന്നുകൾ പിന്നീട് ഇടുവോ? ഇല്ല. ആണല്ലേ? ഇല്ല അല്ലേ? അല്ല ഇതിന്റെ അപ്പൊ അതിന്റെ എല്ലാ സത്വം അപ്പൊ ഇതിലേക്ക് കിട്ടും. ഇതെങ്ങനെ നിങ്ങൾ ഫാമിലി ആയിട്ടാണോ ഈ ഒരു ഇതിക്ക്? 18 വയസ്സ് തൊട്ട് അല്ലേ? ഉസ്താദിന്റെ 18ാമത്തെ വയസ്സിലാണ് അപ്പൊ ഇത് തുടങ്ങിയത്. നിങ്ങൾ ഫാമിലി ആയിട്ട് ആദ്യം ഇത് ചെയ്തിരുന്നോ? നിങ്ങളെ ഉപ്പമാരും ഉമ്മമാര് ഉത്സവ സ്ഥലത്തും പള്ളികളിലും എല്ലാം അങ്ങനെ കൊണ്ടിട്ട് കച്ചവടം ചെയ്യും. വേറെ സ്റ്റാഫുകളായിട്ട് ഇവിടുന്ന് കൊണ്ടുപോയി അവിടെ ഇട്ട് കാച്ചി അവിടെ തിരുമലായിരുന്നു. അങ്ങനെ തിരുമി ലാസ്റ്റ് ഇത് തിരുമുന്നത് കരുനാപ്പള്ളി പള്ളിയിലാണ്. എത്ര വയസ്സ് മുതലാണ് ഉസ്താദ് ഇത് തുടങ്ങിയത്? ഉസ്താദ് 18ാമത്തെ വയസ്സിൽ. 18ാമത്തെ വയസ്സ് തുടങ്ങിയിട്ടുണ്ട് അല്ലേ? നിങ്ങളിപ്പോ ഉസ്താദിന്റെ പെങ്ങള്, മൂത്ത പെങ്ങൾ, ഇളയ പെങ്ങൾ. ഞാൻ നേരെ ഇളയ പെങ്ങള് അല്ലേ? എന്നിട്ട് പിന്നെ അങ്ങനെയാണ് ഈ ഒരു ഇത് കാറിനകത്ത് എല്ലാ സാധനമായിട്ട് ഇടിവെട്ട് തൈലത്തിന്റെ കാറുണ്ട്. ആ കാറിനകത്ത് 4 സ്റ്റാഫുകൾ അവരുമായിട്ട് ഇവര് പോയി ഇപ്പൊ ചട്ടി ഉൾപ്പെടെ തൈലം അവിടെ കൊണ്ടുപോയി ഉത്സവ സ്ഥലത്ത് പള്ളി സ്ഥലത്ത് ഇങ്ങനെ ആൾ കൂട്ടുന്ന സ്ഥലത്ത് കച്ചവടം ചെയ്യും. അവിടെ ഈ തൈലം കാച്ചി അവിടെ നിറച്ച് അങ്ങനെ അവിടെ തന്നെ ഉണ്ടാക്കലായിരുന്നു ആദ്യം. അവിടെ ഇരുന്ന് കാണിച്ചു കൊടുത്ത് തൈലം ഉണ്ടാക്കി അവരെ പെരട്ടി സുഖപ്പെടുത്തുമ്പോഴാ ആൾക്കാർ കൂടിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇത് കച്ചവടം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ കച്ചവടം ചെയ്ത് കൊണ്ടുപോകുന്നവർക്കും എല്ലാം ഇതുണ്ട്. പിന്നെ കൊണ്ട് 5 ദിവസത്തെ കച്ചവടമായിട്ടാണ് കഴിഞ്ഞ് പുള്ളി വരുന്നു. അങ്ങനെ വന്ന് പുള്ളി ഇപ്പൊ ഇച്ചിരി പ്രായം എന്നെ കാട്ടി മൂത്തല്ലേ, 5 വയസ്സിന് മൂപ്പ. മരുന്ന് ഉണ്ടാക്കലൊക്കെ ഉസ്താദ് ഒറ്റക്കാണോ? ഈ മരുന്ന് നമ്മൾ വാങ്ങിക്കുക, പച്ചമരുന്ന് വാങ്ങിക്കുക. നമ്മൾ വാങ്ങിച്ചിട്ട് ഇപ്പം നേരത്തെ ഒക്കെ ഞങ്ങൾ ഇടിച്ചു പൊടിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ അത് മെഷീനിൽ പൊടിക്കുമെന്ന് വെച്ചപ്പോ അത്രയും ഉണ്ടാക്കണ്ടേ? അപ്പൊ എത്ര ദിവസം കൂടുമ്പോഴാണ് ഈ മരുന്ന് ഉണ്ടാക്കുന്നത്? ഇത് ഇന്ന് നടക്കി. ഇത് ഞങ്ങൾ 5 സ്റ്റാഫുകൾ ഇവിടെ ഉണ്ടായിരുന്നു. 3 പേര് അവരെ വീട്ടിലോട്ട് ഇപ്പൊ പോയി. നോയമ്പിനെ ഇനി വരത്തോളൂ. നോയമ്പിന് ഇവിടെ തൈലം നിറപ്പുണ്ട്, തിരുമൊന്നുമില്ല. നോമ്പിന് തിരുമലൊന്നും ഉണ്ടാവില്ല. തിരുമലില്ല, തൈലം കൊടുക്കും. പിന്നെ തൈലം കൊണ്ടുപോയി കച്ചവടം ചെയ്യുന്നുണ്ട്. അല്ലാതെ നമ്മളിവിടെ ചികിത്സ നടത്തൂല. ചികിത്സ നോയമ്പ് പിടിച്ചോണ്ട് നമുക്ക് ബുദ്ധിമുട്ടാണല്ലോ. ഇവിടെ വേറെ ആളുകൾ സ്റ്റാഫുകളുണ്ട്, അവരെയും കൊണ്ടായി ഇപ്പൊ പോയിരിക്കുന്നു. ആണുങ്ങളും പെണ്ണുങ്ങളും ഡോക്ടറും ഒക്കെ ഉണ്ട് അല്ലേ? ഉണ്ട്. അപ്പൊ അവരെയും കൊണ്ടല്ലേ പോയേക്കാം. അങ്ങനെ പിന്നെ നമുക്ക് നോയമ്പ്. ഈ ക്ലിനിക്കായിട്ട് തുടങ്ങിയിട്ട് ഇപ്പൊ എത്രയായി? ഇവിടെ ഈ ഒരു ഇത് തുടങ്ങിയിട്ട് 6 മാസം. അപ്പൊ 73 ഔഷധക്കൂട്ടും 6 തരത്തിലുള്ള എണ്ണകളും പിന്നെ എന്തെങ്കിലും ഇടുന്നുണ്ടോ അതിക്ക്? പിന്നെ ഇതിനകത്ത് മേമ്പടിയായിട്ട് ചേർക്കുന്നത് പിന്നെ ഇപ്പം ഞങ്ങൾ ചേർക്കുന്നത് യൂക്കാലി പുൽത്തൈലവും രണ്ടും കൂടെ ആയിരുന്നു മിക്സ് ചെയ്തോണ്ടിരുന്നത്. ഞങ്ങളിപ്പോൾ ചെയ്ത് ഇത് കൊണ്ടുവന്ന് വെച്ചിട്ട് അത് ചേർത്തിട്ട് കലക്കും. എന്നിട്ട് നമ്മൾ നിറയ്ക്കുന്ന
പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം നമുക്ക് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്, അവർ റമദാൻ മാസത്തിൽ ഒഴിച്ചിലോ അതുപോലെ തന്നെ ചികിത്സയോ ഇവിടെ കൊടുക്കുന്നില്ല എന്ന് സ്പെഷ്യലായിട്ട് തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആരെങ്കിലും ഇനിയിപ്പോൾ ചികിത്സക്കൊക്കെ വേണ്ടി ഒഴിച്ചിലിനൊക്കെ വേണ്ടി വരികയാണെങ്കിൽ റമദാനിൽ വരണ്ട എന്നും കൂടെ ഞാനിതിൽ അറിയിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ജാഫർ ഉസ്താദിൻ്റെ ഇടിവെട്ട് തൈലത്തിൻ്റെ പിന്നാമ്പുറ കാഴ്ചകൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാരണം ആളുകളുടെ ഇടയിൽ ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഇടിവെട്ട് തൈലം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നും എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ ഞാൻ ഇപ്പോൾ നിങ്ങളെ നേരിട്ട് കാണിച്ചു തന്നു. അപ്പോൾ ഉസ്താദ് ഇപ്പോൾ വീട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും. അദ്ദേഹം ഇപ്പോൾ ഒരു ക്യാമ്പിന് വേണ്ടിയിട്ട് കരുവാരക്കുണ്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത ആളുകളിലേക്കൊന്ന് എത്തിച്ചു കൊടുക്കുക. നമ്മളെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.